നമസ്കാരം. ഇമ്മ്യൂണൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് ട്യൂട്ടോറിയലിൻ്റെ 10ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏറെക്കുറെ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായൊരു പുസ്തകം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പേജ് നമ്പർ, മാസ്റ്റർ പേജ്, ടെക്സ്റ്റ് ഫ്രെയിം സെറ്റിങ്സുകൾ, ഇമേജ് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ, അലൈൻ, ഡിസ്ട്രിബ്യൂട്ട് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഇമേജുമായി ബന്ധപ്പെട്ടിട്ടും ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടും മിക്സ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. അതായത് ടെക്സ്റ്റ് ഫ്ലോവിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് റാപ്പിംഗ് എന്നൊക്കെ പറയും. അക്കാര്യം ഇമേജിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഞാൻ എന്തായാലും 2 ഇമേജ് ഇതിലേക്ക് എടുത്തിടാം. ഞാൻ ഐ പ്രസ് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ കാണുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഒരു ഇമേജ് ഇവിടെ വെച്ചു. വീണ്ടും അടുത്തൊരു ഇമേജ് ഞാനിവിടെ വരക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനാണെങ്കിൽ കുറച്ച് സൂം ചെയ്യാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടൻറ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഫ്രീ സ്കെയിലിംഗ് എനേബിൾ ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് കൊടുത്താൽ ഓക്കെ. ഇനി ഈ 2 ചിത്രം ഞാനിവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഇവിടെ ഷേപ്പ് എടുത്താൽ നമുക്ക് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷൻ എടുത്താൽ നമുക്കിവിടെ ഇതിൻ്റെ ഫ്രെയിം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അതിനിങ്ങനെ ചെറുതാക്കുകയാണ്, ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. ഇതുപോലെ ഇവിടുന്ന് എനിക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ അടിച്ചാൽ നമുക്കിവിടെ ഫ്രെയിമിൽ മാറ്റം വന്ന് കണ്ടോ ഈ രീതിയിലാക്കാൻ പറ്റും. അതുപോലെ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് എഡിറ്റ് അടിച്ചാൽ ഇതുപോലെ ഓക്കെ. അപ്പോൾ 2 ചിത്രങ്ങൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇമേജുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ടെക്സ്റ്റ്, ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്ത പേജിനകത്ത് കുറച്ച് ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാം. ഞാനൊരു XCF ഇമേജാണ്, ജിംബ് ഇമേജ്, ഏതൊരു ഇമേജ് വേണമെങ്കിലും കുഴപ്പമില്ല, എന്ത് ഇമേജ് വേണമെങ്കിലും നമുക്കത് കൊണ്ടുവന്നിടാം. ഇപ്പോൾ ഇമേജ് കിടക്കുന്നത് ടെക്സ്റ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ടെക്സ്റ്റ് മാഞ്ഞു പോകുന്നത്, ഐ മീൻ ടെക്സ്റ്റ് ഇമേജിൻ്റെ താഴെ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് റാപ്പ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിനാദ്യം ഇത് മുകളിലായിട്ട് കിടക്കണം. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ താഴെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ പോകുന്നത് ഇത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ വരുന്നതും കാണാം, ഉണ്ടല്ലേ. അപ്പോൾ താഴെ കിടന്നാൽ ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ എഴുത്ത് വെക്കോളും, മുകളിലാണെങ്കിൽ ചിത്രം എഴുത്ത് അടിയിൽ കൂടെയാണ് പോണത്. അപ്പോൾ അത് മാറ്റാൻ നമുക്കുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഡിസേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. അടുത്ത ഓപ്ഷനാണ് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതാണ് ഫ്രെയിം എന്ന് പറയുന്നത്, ആ ചുവപ്പ് നിറത്ത് കാണുന്നതാണ് ഫ്രെയിം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഫ്രെയിം ഷേപ്പിന് ചുറ്റും ടെക്സ്റ്റ് മാറി നിൽക്കുന്നത് നിങ്ങൾ കാണാം. ഇപ്പോൾ ഞാൻ പ്രിവ്യൂലേക്ക് പോകാം. കണ്ടോ ഈ ടെക്സ്റ്റുകൾ മാറി നിൽക്കുന്നുണ്ട്. ഇത് ഇനി കുറച്ചുകൂടി ഗ്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കാര്യം ചെയ്യണം. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എഡിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യും, ഫ്രെയിം ഷേപ്പ് എന്നുള്ളത് ഇതായി മാറി. അപ്പോൾ നമ്മൾ നിലവിൽ ഒന്നുകൂടി ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഷേപ്പ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്രെയിമിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിഞ്ഞ ഷേപ്പായി. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് ടെക്സ്റ്റ് ഫ്ലോ ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഞാൻ റീസെറ്റ് ആൾ എഡിറ്റ്സ് കൊടുത്തെല്ലാം എഡിറ്റും പോവും. ഇനി ചില കൺഫ്യൂസിങ് ആവുള്ളൊരു സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഒന്ന് സൂക്ഷിച്ച് കേൾക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രെയിം ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ എഡിറ്റ് കോണ്ടൂർ ലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ എഡിറ്റ് കോണ്ടൂർ ലൈൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഡിഫോൾട്ടായിട്ട് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നതും
ഫ്രെയിം എന്ന് പറയുന്നതും സെയിം ആണ്, ഒരേ സംഗതി തന്നെയാണ്, രണ്ടും ഒന്നാണ്. അവിടെ കൺഫ്യൂഷൻ വേണ്ട. എന്നാൽ വൺസ് നിങ്ങൾ കോണ്ടൂർ ലൈൻ എന്നുള്ള എഡിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ മാറ്റുമ്പോൾ ഫ്രെയിം വേറെയും കോണ്ടൂർ ലൈൻ വേറെ ആവും. ഇപ്പം ഞാൻ എഡിറ്റ് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല? ഫ്രെയിം അതിനനുസരിച്ച് ചുരുങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കാണുന്ന ചതുരവും കോണ്ടൂർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതുമാണ്. അപ്പോൾ കോണ്ടൂർ എന്ന് നമ്മൾ എഡിറ്റ് കൊടുത്താൽ കോണ്ടൂറിനെ മാത്രം വേറെ നിർത്താൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഞാനതിന് റീസെറ്റ് കോണ്ടൂർ ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് എഡിറ്റ് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ 10 mm എന്നാണ് കൊടുത്തേക്കണേ. 10 mm വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും 10 mm വെച്ച് കോണ്ടൂർ ലൈൻ ഇൻക്രീസ് ആയി. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കാണുന്ന കറുപ്പ് ഈ ഭാഗത്താണ് ഫ്രെയിമിൻ്റെ ബൗണ്ടറി കിടക്കുന്നത്, ഇമേജ് അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. കോണ്ടൂർ ലൈന് മാത്രം നമ്മൾ കുറച്ചും കൂടി നീക്കി വെച്ചു. ഇത് ഞാൻ ഓക്കെ അടിക്കുന്നു. അപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ടെക്സ്റ്റ് വിട്ട് കിടക്കുന്നില്ല അല്ലേ? ഫ്രെയിമിനോട് ചേർന്ന്, അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഫ്രെയിം ഷേപ്പാണ് കൊടുത്തേക്കണേ. അതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്നു. ഇനി അപ്പുറത്തൊരു ബൗണ്ടിങ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബൗണ്ടിങ് ബോക്സ് എന്ന് ക്ലിക്ക് ചെയ്താലും ബൗണ്ടിങ് ബോക്സും ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നേരത്തെ കോണ്ടൂർ ലൈൻ പറഞ്ഞ പോലെ തന്നെ രണ്ടും അറ്റ് എ ടൈമിൽ ഒന്നാണ്. നമ്മൾ ഫ്രെയിം ഷേപ്പ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ബൗണ്ടിങ് ബോക്സ് പഴയ രൂപത്തിൽ നിൽക്കും. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ നോക്കാം. ഇത് കണ്ട കോണ്ടൂർ ലൈൻ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു ഗ്യാപ്പ് നമുക്കവിടെ കിട്ടി. അതെന്താണ്? നമ്മൾ നേരത്തെ കോണ്ടൂർ ലൈൻ എഡിറ്റ് ചെയ്ത് കുറച്ച് കയറ്റിയിട്ടത് കൊണ്ടാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവാൻ നല്ല സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വൈകിയതും. എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു സംഗതി നോക്കിയിട്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റുക. ഇത് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഷേപ്പിന് ചുറ്റും നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ബൗണ്ടിങ് ബോക്സ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എഡിറ്റ് കൊടുക്കുന്നു. എഡിറ്റ് കൊടുത്തിട്ട് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്യാതെ ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഫ്രെയിം ഷേപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്രെയിമിന് ചുറ്റും വന്നു. ഇപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കാണുന്ന, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ഈ ഭാഗമാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ കാണുന്ന ടോട്ടലാണ് ഇപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ കാണുന്ന മൊത്തം ഇതാണ് ബൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രെയിം ഷേപ്പ് കൊടുത്താൽ ഇങ്ങനെ നിൽക്കും, ബൗണ്ടിങ് ബോക്സ് കൊടുത്താൽ ഈ ബോക്സിന് ചുറ്റും നിൽക്കും, കോണ്ടൂർ ലൈൻ കൊടുത്താൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത കോണ്ടൂർ ലൈനിൽ നിൽക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഫ്രെയിം ഷേപ്പ്, അത് ഏത് ഫ്രെയിമിലാണെന്ന് വെച്ചാൽ അതുപോലെ. അടുത്തതെന്ന് പറയുന്നത് ബൗണ്ടിങ് ബോക്സ് ആണ്. ബൗണ്ടിങ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫ്രെയിം ഷേപ്പ് നമ്മൾ മാറ്റിയതുകൊണ്ട് തുടക്കത്തിൽ രണ്ടും ഫ്രെയിം ഷേപ്പും ബൗണ്ടിങ് ഇതും ഒന്നായിരിക്കും. നമ്മൾ ഷേപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ഷേപ്പ് ഫ്രെയിമിൻ്റെ മാറും, എന്നാൽ ബൗണ്ടിങ് ബോക്സ് മാറുന്നില്ല. അതാണ് ബൗണ്ടിങ് ബോക്സ്. ഇനി കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൗണ്ടിങ് ബോക്സിൽ തന്നെയായിരിക്കും കോണ്ടൂർ ലൈൻ ഉണ്ടാവുക. പക്ഷേ നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ കോണ്ടൂർ ലൈൻ മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഈ മോൾ ഭാഗത്ത് കാണുന്ന ചെറിയ വര ഇതാണ് നമ്മുടെ കോണ്ടൂർ ലൈന്, ഇത് ബൗണ്ടിങ് ബോക്സ്, ഇത് ഫ്രെയിം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് എളുപ്പമാണ്. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. ഞാനിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എഡിറ്റ് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ കോണ്ടൂർ ലൈൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഫ്രെയിമിൻ്റെ ഷേപ്പിനെയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫ്രെയിം ഷേപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇങ്ങനെ എനിക്ക് ഫ്രെയിം ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന ചതുരമാണ് ബൗണ്ടിങ് ബോക്സ്. അപ്പോൾ ഇത് ബൗണ്ടിങ് ബോക്സ്, ഈ നീല കുത്തുകൾ കാണുന്നതാണ് നമ്മുടെ എന്ത് ഫ്രെയിം ഷേപ്പ്. അതിന് മുകളിലേക്ക് നിൽക്കുന്നതാണ് എന്ത് കോണ്ടൂർ ലൈൻ. എഡിറ്റ് കോണ്ടൂർ ലൈൻ കൊടുത്തില്ലെങ്കിൽ ബൗണ്ടിങ് ബോക്സും കോണ്ടൂർ ലൈനും സെയിം ആയിരിക്കും. നമുക്ക് എഡിറ്റ് കോണ്ടൂർ ലൈൻ കൊടുത്താൽ മാത്രം അതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെയൊക്കെ എഴുത്ത് വരാമെന്നുണ്ടെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഇതെന്താണ്, ഉള്ളിൽ കാണുന്നത് എന്താണ്? ഫ്രെയിം ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഷേപ്പിലേക്ക് കൊടുത്താൽ ഉള്ളിൽ കൂടെ വരും, ബൗണ്ടിങ് ബോക്സ് കൊടുത്താൽ പുറത്തു കൂടെ വരും, കോണ്ടൂർ ലൈൻ കൊടുത്താൽ നമ്മൾ സെറ്റ് ചെയ്ത കോണ്ടൂർ ലൈൻ ചുറ്റും. അപ്പോൾ നമുക്ക് ഒരു ഇമേജിന് ചുറ്റും കുറച്ച് അഡീഷണൽ ഗ്യാപ്പ് ആണെങ്കിൽ കോണ്ടൂർ ലൈൻ എഡിറ്റ് ചെയ്തിട്ട് എത്ര ചെയ്യേണ്ടുള്ളൂ? എഡിറ്റ് കൊടുക്കുക, എഡിറ്റ് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ സാധനത്തിന് വേണമെങ്കിൽ മാനുവലി ഇങ്ങനെ നീക്കി കൊടുത്താൽ അതിനനുസരിച്ച് മാറും. പക്ഷെ അതിൽ നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എത്രയാണോ കൂട്ടേണ്ടത് വെച്ചാൽ അത്ര mm കൊടുത്ത് ജസ്റ്റ് ഒന്ന് അപ്പാര കൊടുത്താൽ അത്രയും കയറുന്ന കാണാം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് വഴി, അതായത് ടെക്സ്ചർ ആപ്പിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടി നമുക്ക് ഏത് ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഷേപ്പിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള വട്ടോ ചതുരോ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് അത് മാറി നിന്നോളും. ഇപ്പോൾ ഈ വട്ടമാണ് എന്ത്, അതിൻ്റെ ഫ്രെയിം ഷേപ്പ്. അപ്പോൾ ഞാൻ ഫ്രെയിം ഷേപ്പ് കൊടുത്താൽ ആ വട്ടത്തിന് ചുറ്റും വന്ന് നിൽക്കുന്നത് കാണാം. ഇനി ഇതിന് കോണ്ടൂർ ലൈൻ കുറച്ച് കൊടുത്ത് നീട്ടണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് കൊടുക്കുക, എഡിറ്റ് കോണ്ടൂർ ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് കോണ്ടൂർ ലൈൻ എന്ന് പറയുമ്പോൾ കോണ്ടൂർ ലൈൻ ഇവിടെ കിടക്കണേ. റീസെറ്റ് കോണ്ടൂർ ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോണ്ടൂർ ലൈനൊക്കെ റീസെറ്റായിട്ട് മാറും. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കോണ്ടൂർ ലൈൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ വട്ടത്തിലാണ് ആ കോണ്ടൂർ. നേരത്തെ നമ്മൾ ചതുരമായിരുന്നു, വട്ടം ഷേപ്പ് ആക്കിയതുകൊണ്ട് ഫ്രെയിം, അതായത് പണ്ട് ഫ്രെയിം എങ്ങനെയായിരുന്നു, ചതുരമായിരുന്നു. അപ്പോൾ അതേ ഫ്രെയിമിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ എന്തുകൊണ്ട് കോണ്ടൂർ ഉണ്ടായിരുന്നത്, നമ്മൾ കോണ്ടൂറിനെ വലുതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത സമയത്ത് കോണ്ടൂർ എന്തായി മാറി, ഇപ്പോഴത്തെ ഫ്രെയിം ഷേപ്പായ വട്ടത്തിലേക്ക് വന്നു. അവിടെ നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ കോണ്ടൂറിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ കോണ്ടൂർ ലൈൻ അനുസരിച്ച് വിട്ട് വട്ടത്തിൽ നിൽക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ അക്കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണാൻ ചെയ്ത് നോക്കുക, മനസ്സിലാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ എന്നോട് ചോദിക്കുക, IB കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മുജീബ് CPU എന്ന ടെലഗ്രാമിലോ ചോദിക്കുക. കാരണം ഈ കോണ്ടൂർ ഫ്രെയിം കോണ്ടൂർ ലൈന് ബൗണ്ടിങ് ബോക്സ് ഫ്രെയിം എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അത് നന്നായി പറഞ്ഞാലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം താഴെ. ഓക്കെ, അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഇമേജിനെ, ഇപ്പോൾ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇമേജിന് ചുറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് ടെക്സ്റ്റ് വരണം. അപ്പോൾ ഉദാഹരണം സച്ചിൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്റ് പൊന്തിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എഴുത്ത് വരില്ല. അത്തരത്തിലുള്ള സാധനം ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലെ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.